വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റ മേഖലയ്ക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയിരുന്നു. കിഴക്കൻ ജെറുസലേമിൽ 3000-ലേറെ പുതിയ പാർപ്പിടങ്ങൾ ഒരുക്കാനുള്ള വിവാദ നീക്കത്തിനാണ് ഇസ്രായേൽ ഔദ്യോഗിക അംഗീകാരം നൽകിയത്. E1 എന്നാണ് ഈ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. 2 പതിറ്റാണ്ടായി ഇസ്രായേൽ നടത്തിവരുന്ന നീക്കമാണിത്. US-ലെ മുൻ ഭരണകൂടങ്ങൾ എതിർത്തതുകൊണ്ട് മാത്രമാണ് നേരത്തെ പദ്ധതി നടക്കാതെ പോയത്. ഇസ്രായേലിൻ്റെ പുതിയ പാർപ്പിട മേഖല വെസ്റ്റ് ബാങ്കിനെ 2ആയി പകുത്തുള്ള നീക്കമാണെന്ന് പലസ്തീൻകാർ ആരോപിച്ചു. പുതിയ കുടിയേറ്റ മേഖല രൂപപ്പെടുന്നതോടെ പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം തന്നെ ഇല്ലാതാകുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി സ്മോട്രിച്ച് പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി നിലവിൽ 7 ലക്ഷം ഇസ്രായേലുകാർ താമസം ഉറപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നീക്കത്തിനെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു. പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെയാണ് വിവാദ നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. അതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് UAE. അധിനിവേശ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമം തിരിച്ചടിയാകുമെന്ന് UAE മുന്നറിയിപ്പ് നൽകുന്നു. ഇസ്രായേൽ അതിരുകടക്കുകയാണ്. മേഖലയുടെ ഏകീകരണത്തിന് തിരിച്ചടിയാകുമെന്നും UAE വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിർണായക നീക്കവുമായി UAE മുന്നോട്ട് വന്നത്. ഇസ്രായേലുമായുള്ള കരാർ പുനഃപരിശോധിക്കാൻ സൗദി അറേബ്യ UAEയെ ഉപദേശിച്ചുവെന്നാണ് ഇസ്രായേലിൻ്റെ KAN ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ അബ്രഹാം കരാറിൽ നിന്ന് പിന്മാറാൻ ഇരു നേതാക്കളും സമ്മതിച്ചതായും KAN ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. UAEയുടെയും സൗദിയുടെയും തീരുമാനം ഇസ്രായേൽ സർക്കാരിൽ ഞെട്ടലുണ്ടാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തീരുമാനം ആശങ്കപ്പെടുത്തി. തുടർന്ന് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ പദ്ധതി അടുത്തിടെ നടന്ന മന്ത്രിസഭായോഗ അജണ്ടയിൽ നിന്ന് പിൻവലിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2020-ൽ ഇസ്രായേലും UAEയും തമ്മിൽ ഒപ്പുവെച്ചതാണ് അബ്രഹാം ഉടമ്പടി. ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉടമ്പടിയാണിത്. ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിന് പകരമായി ഇസ്രായേൽ ചെയ്യേണ്ടത് വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം പ്രയോഗിക്കുന്നത് ഉപേക്ഷിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉടമ്പടി. അതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. വടക്കൻ ഭാഗത്തുള്ളവർ തെക്കൻ മേഖലയായ ഖാൻ യൂനിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശവും. ഭക്ഷണവും വൈദ്യസഹായവും താമസ സൗകര്യവും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൻ്റെ കാരണമായി ഇസ്രായേൽ പറയുന്നത് ഇതാണ്. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈനിക നീക്കം ശക്തമായതോടെ ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. സിറ്റിയുടെ കിഴക്കൻ സെയ്തൂൺ, സബ്ര, ഷെജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ കനത്ത ബോംബിംഗാണ് നടത്തിയത്. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്.